അവന്റെ മുന്നിൽ ഒരു ബാത്റോബ് മാത്രം ധരിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് ശ്രാവൺ ഒന്ന് ഞെട്ടി. മേഘ? ഒരു നിമിഷം ശ്രാവൺ കരുതിയത് മേഘ തനിക്കെന്തോ സർപ്രൈസ് തരുന്നതാണ് എന്നാണ്. പക്ഷേ അവൾ ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസ് രാഹുലായിരുന്നു. ശ്രാവണിന്റെയും മേഘയുടെയും കോളേജ് മേറ്റ്. രാഹുലിനെ അവിടെ കണ്ടതും ശ്രാവണിന് ദേഷ്യവും ഞെട്ടലും ഒന്നിച്ചു വന്നു. രാഹുലാണെങ്കിൽ ശ്രാവൺ കാണാൻ വേണ്ടി തന്നെ മേഘയെ ചേർത്ത് പിടിച്ചു. ശ്രാവണും രാഹുലും തമ്മിൽ അവിടെ ഒരു കയ്യാങ്കളി തന്നെ നടന്നു. എന്നാൽ മേഘ ഇടപെട്ട് ശ്രാവണിനെ തള്ളി മാറ്റി. ശ്രാവൺ, നീ എന്താണ് കാണിക്കുന്നത്? ഞാൻ നിന്റെ സ്വകാര്യ സ്വത്തൊന്നും അല്ല. ഒരു ക്രൂരമായ ചിരിയോടെയാണ് മേഘ ഇത് ശ്രാവണിനെ നോക്കി പറഞ്ഞത്. നിനക്ക് എങ്ങനെ ഇത് എന്നോട് ചെയ്യാൻ കഴിഞ്ഞു മേഘ? ശ്രാവൺ, അത് അവസാനിച്ചു. എന്നേക്കുമായി. രാഹുലാണ് ഇപ്പൊ എന്റെ കാമുകൻ. അവസാനിച്ചെന്നോ? നീ തന്നെയാണോ ഈ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് ഇങ്ങനെ അവസാനിപ്പിക്കണമെന്നാണോ നിനക്ക്? എത്രയൊക്കെ ചെയ്തെന്ന്? നീ എന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ലോക്കൽ റെസ്റ്റോറന്റിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത്. നിന്നെ കൊണ്ട് അതിനൊക്കെ മാത്രമേ കഴിയൂ. നീ വെറും ഒരു ദരിദ്രവാസി തെണ്ടിയാണ്. എനിക്ക് അങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ജീവിതത്തിൽ പണം മാത്രമല്ല വലുത്. എന്തിനും ഏതിനും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഞാൻ നീ പറയുന്നതൊക്കെ കേട്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിനക്ക് ഒരിക്കലും എനിക്ക് തരാൻ പറ്റില്ല ശ്രാവൺ. നീ ജീവിക്കാൻ വേണ്ടി തോട്ടിപ്പണി എടുക്കുന്ന ഒരാളാണ്. നീ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വിജയത്തിൽ എത്തിക്കും മേഘ. അതിനൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നീ എങ്ങനെ എത്തിക്കുമെന്നാണ് പറയുന്നത്? നിന്റെയൊക്കെ കുടുംബത്തിൽ 5 കാശ് എടുക്കാനുണ്ടോ? എന്നാ അങ്ങനെ എത്ര വേണമെങ്കിലും കുടുംബത്തിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ളവരും ഇവിടെയുണ്ട്. അത് ശരിയാണ് മേഘമോളെ. ശ്രാവൺ, നിനക്കിനി മതിയായില്ലേ? ഇനി ഇവിടെ നിന്ന് നാണം കെടാതെ പോയിക്കൂടെ നിനക്ക്? ഇതും പറഞ്ഞ് രാഹുൽ മേഘയെ ഒന്ന് ചുംബിച്ചു. ഓ രാഹുൽ, ഇനി ഇവിടെ നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോ ശ്രാവൺ. അപ്പോഴേക്കും ശ്രാവണിനെ സാക്ഷി നിർത്തി രാഹുൽ മേഘയെ തന്റെ കൈകളിൽ എടുക്കുന്നു. ശേഷം അവളെ അവൻ ബെഡിലായി കൊണ്ട് കിടത്തി. വീണ്ടും മുന്നോട്ട് വന്ന് ശ്രാവണിന്റെ കയ്യിൽ നിന്നും താഴെ വീണ കോണ്ടം പാക്കറ്റ് രാഹുൽ കയ്യിലെടുത്തു. നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് ഞാൻ ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആലോചിച്ച് ഞാൻ ആകെ ത്രില്ലിലാണ്. ഓ അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഗേൾ ഫ്രണ്ട് എന്നാണ്. ഇത് പറഞ്ഞു തീർത്തതും ശ്രാവണിനെ തള്ളി മുറിയുടെ പുറത്താക്കി ആ മുറിയുടെ വാതിലടച്ചു. എനിക്ക് അവളെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോ. പക്ഷേ ഞാൻ പിന്നെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എനിക്ക് എന്റെ രഹസ്യം സൂക്ഷിച്ചല്ലേ പറ്റൂ. രഹസ്യം? എന്ത് രഹസ്യം? പറയാം, നമ്മുടെ ഡിന്നർ കഴിഞ്ഞ ശേഷം പറഞ്ഞുതരാം. മേഘയുടെ മുന്നിൽ അധികം നേരം നിൽക്കാതെ താര ശ്രാവണിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവളുടെ ഡ്രസ്സ് കണ്ടാൽ അറിയാം അതേതോ ലോക്കൽ കടയിൽ നിന്നും പർച്ചേസ് ചെയ്തതാണെന്ന്. അവളുടെ കോല് പോലെയുള്ള മുടി നോക്കി നീ എന്തായാലും അവളെക്കാൾ ഒരുപാട് ഹോട്ടാണ് മേഘ. അതെനിക്ക് അറിയാം ശ്വേത. എന്നാൽ അത് കേട്ട്